ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ UDF ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടന്നു. ചെറുപുഴ പഞ്ചായത്ത് UDF ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ ജോസഫ് മുള്ളമ്മട, TP ചന്ദ്രൻ, സലീം തേക്കാട്ടിൽ, സതീശൻ കാർത്തികപ്പള്ളി, PV ബാബു, ശ്രീനിഷ് TP, ജോൺ ജോസഫ് തയ്യിൽ, ഷാജഹാൻ പ്ലാക്കൽ, ജോയ്സി ഷാജി, KD പ്രവീൺ, രേഷ്മ വി രാജു, ലളിത ബാബു, പ്രണവ് കരേള എന്നിവർ പ്രസംഗിച്ചു. ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പൊയ്മുഖങ്ങൾ അവിടെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഉജ്ജ്വലമായ വിജയം അവിടെ നേടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കരയായാലും പാലക്കാടായാലും അതുപോലെ മറ്റേ സ്ഥലങ്ങളിലൊക്കെ ആയാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ അത് നിലനിർത്തുന്നു എന്നതിനപ്പുറം നിലമ്പൂരിലെ സീറ്റ്, നിലമ്പൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലം 10 വർഷമായി ഇടതുപക്ഷത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ആ മണ്ഡലം 11,000 വോട്ടിന് ഐക്യജനാധിപത്യ മുന്നണി കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആഴവും പരപ്പും എത്ര വലുതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ ഗവൺമെന്റിന് എതിരാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായിരുന്നു പടപ്പുറപ്പാട്? അവിടെ ആദ്യം സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് കുറേ നാൾ നടന്നു. ഒടുവിൽ ഒരു മാസ് എൻട്രി എന്നുള്ള നിലയിൽ M സ്വരാജ് ഇവിടെ കടന്നു വന്നപ്പോൾ M സ്വരാജിന് വേണ്ടി ആരൊക്കെയാണ് ഇവിടെ വന്നത്? കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ചില നാണംകെട്ട വർഗം എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നടങ്ങുമെന്ന് ഈ സ്വരാജിന് വേണ്ടി സംസാരിക്കുന്നത് കാണേണ്ടി വന്നു. ആ നാണംകെട്ട വർഗത്തെ, ആ സാംസ്കാരിക നായകന്മാർ അവർ കണ്ണു തുറന്ന് കാണേണ്ടിയിരുന്നത് ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തെ തിരിഞ്ഞു കളയാൻ, അത് തിരിഞ്ഞു നോക്കാതെ ഈ സ്വരാജിന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്ന സാംസ്കാരിക നായകന്മാരും അല്ലെങ്കിൽ അത്ര നാണം കെട്ടവരും ഈ തെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെട്ടു എന്നാണ് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായിരുന്നു സ്വരാജ്? പവനായി ഒടുവിൽ ശവമായി മാറി എന്നൊരു സിനിമയിൽ പറഞ്ഞതുപോലെ വന്നതുപോലെ തിരിച്ചു പോകുന്ന ദയനീയമായ അവസ്ഥ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വന്നിട്ടുണ്ടെങ്കിൽ വരും നാളുകളിൽ ഇതിലും വലിയ പരാജയം അവർ അഭിമുഖീകരിക്കേണ്ടി വരും, കാത്തിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിച്ച പ്രകടനത്തിനും മറ്റും സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതി അംഗം ശ്രീ KK സുരേഷ് കുമാർ അവർ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായി അഭിവാദ്യം ചെയ്യുക. കാരണം പിണറായി വിജയന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയടിച്ച നിലമ്പൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ചെറുപുഴയുടെ അഭിവാദ്യങ്ങൾ ഞങ്ങൾ അർപ്പിക്കുക. പലരും മാധ്യമങ്ങളിലൊക്കെ എഴുതി വോട്ടെടുപ്പ് തുടങ്ങി, വഴിക്കടവും മുത്തേടവും ഒരുങ്ങിയപ്പോ നമ്മുടെ നാട്ടിലെ ചില DYFIക്കാർ വാട്സപ്പിലൂടെ എഴുതി, മേടിക്കണ്ട, പടക്കം മേടിച്ചു വെച്ചോ, ഞങ്ങളിതാ സ്വരാജിത വിജയിക്കാൻ പോകുന്നു, വോട്ടിന്റെ കണക്ക് വരെ ഇട്ട് ചില DYFIക്കാർ പിണറായി വിജയന്റെ ഭരണത്തെ ഇതാ കേരളം അംഗീകരിക്കാൻ പോകുന്നു എന്ന് ചെറുപുഴയിലെ DYFIയുടെ നേതാക്കന്മാർ പോലും എഴുതി. ഒരു കാര്യം മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഇത് പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിനെതിരെയുള്ള വിധിയെഴുത്താണ്. ഇത് പിണറായി വിജയന്റെ അഴിമതിക്കെതിരെയുള്ള വിധിയെഴുത്താണ്. ഇത് പിണറായി വിജയന്റെ ജനദ്രോഹ നയത്തിനെതിരെയുള്ള വിധിയെഴുത്താണ്. ഒരു സംശയം വേണ്ട. 2025 നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഒരു പൈലറ്റാണ് നിലമ്പൂരിൽ കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകണം. ഈ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ, ചെറുപുഴ പഞ്ചായത്തിലെ കെടുകാര്യസ്ഥർക്കെതിരെ, ചെറുപുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 കൊല്ലമായി ഈ പഞ്ചായത്തിൽ ഒരു വികസനം പോലും നടപ്പാക്കാൻ കഴിയാത്ത പഞ്ചായത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിനെതിരെ ഒന്നിച്ചു പോരാടാനുള്ള ഒരു വിധിയെഴുത്താണ് നിലമ്പൂരിലെ വിധിയെഴുത്ത്. അതിന് കൂട്ടായി നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ആഘാതത്തിൽ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ഇത് കേരളം മുഴുവൻ ആഹ്ലാദം അനുകരിച്ചു വരിക. കഴിഞ്ഞ ഒരു മാസക്കാലം നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ പറഞ്ഞത് ഇവൻ പിണറായി വിജയന്റെ ഗവൺമെന്റിനുള്ള അംഗീകാരമാണെന്നാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് CPMന്റെ നേതാവ് ശ്രീമൻ M ഗോവിന്ദൻ പറഞ്ഞത് ഇത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മെ പരാജയപ്പെടും, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം
വരുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉണ്ടാകാൻ പോകുന്നത് വൻപിച്ച മാറ്റത്തോടുകൂടി LDF വിജയമാണ്. LDF കഴിഞ്ഞ 8-9 വർഷക്കാലത്തെ ഭരണത്തിനുള്ള അംഗീകാരമായിരിക്കും എന്ന് പറഞ്ഞു. എന്ന് വന്നാലൊക്കെ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ് നടന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും അതുപോലെ പാലക്കാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ഒരാൾക്കൂടി ജയിക്കാൻ കഴിഞ്ഞത് 40,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ആ ചേലക്കരയിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച MP ആയിട്ടുള്ള ശ്രീമതി രാധാകൃഷ്ണൻ ജയിക്കാൻ കഴിഞ്ഞത് 10,000-ൽ താഴെ വോട്ട് മാത്രമാണ്. അവരുടെ വോട്ട് കുറഞ്ഞു, UDF വോട്ട് കൂടി. ഇതൊക്കെ കാണിക്കുന്നത് ഈ ഗവൺമെന്റിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന മനമയക്കും സൗന്ദര്യത്തിനായി ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാൽ സൗന്ദര്യ സങ്കല്പങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി റോഡിന് എതിർവശത്തായി പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ സൗകര്യങ്ങളോടെ അത്യാധുനിക സജ്ജീകരണത്തോടുകൂടിയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. കാലം കരുതി വെച്ച സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന തനത് രീതിയിൽ കാലഘട്ടത്തിന്റെ കാൽച്ചിലമ്പിൽ വർണ്ണമനോഹാരിത ചാർത്താൻ ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. ഞങ്ങളുടെ സേവനങ്ങൾ ഹെയർ കട്ട്, കെരാറ്റിൻ, ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റിയ, സ്മൂത്തനിങ്, കേര സ്മൂത്ത്, പെഡിക്യൂർ, മാനിക്യൂർ, കളർ ഹൈലൈറ്റ്സ്, ബാലയക് കളർ, ഗ്ലോബൽ കളർ, ഹെയർ സ്പാ, ഫേഷ്യൽ, ഹൈഡ്രാ ഫേഷ്യൽ, കൂടാതെ ഗ്രൂ ബ്രൈഡൽ മേക്ക് ഓവർ സൗകര്യവും. ഫോൺ 8921826975. ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ.